കുറ്റിക്കാട് ശ്മശാന മതിൽ പൊളിച്ച നടപടിയിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. നേതാക്കൾ ശ്മശാനം സന്ദർശിച്ചു. കുറ്റിക്കാട് ശ്മശാന മതിൽ നഗരസഭാ കൗൺസിൽ തീരുമാനമില്ലാതെ പൊളിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് മുൻ MP സി ഹരിദാസിന്റെയും വി സെയ്ദ് മുഹമ്മദ് തങ്ങളുടെയും നേതൃത്വത്തിൽ ശ്മശാനം സന്ദർശിക്കുകയും നഗരസഭയുടെ നടപടിയിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. അനധികൃതമായി പൊളിച്ച ശ്മശാന മതിൽ പൊന്നാനി നഗരസഭ ഉടൻ പുനർനിർമ്മിക്കണമെന്നും മതിൽ കെട്ടുന്നതിന് കാലതാമസം വരുത്തിയാൽ നഗരസഭയിലേക്ക് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഇന്നിവിടെ ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും വലിയ ആക്ഷേപം കുറേ ദിവസമായി ദേശീയ പത്രങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ലോക്കൽ TV ഉൾപ്പെടെയും കണ്ടുവരുന്നത് ഈ ചുറ്റുമതിൽ പൊളിച്ചിട്ടു. ആർക്ക് വേണ്ടി പൊളിച്ചിട്ടു? ആരുടെ സമ്മതത്തോടുകൂടിയാണ് പൊളിച്ചിട്ട്? ഇവിടുത്തെ വാർഡ് സഭയുടെ സമ്മതമുണ്ടോ? മുനിസിപ്പാലിറ്റിയുടെ സമ്മതമുണ്ടോ? മുനിസിപ്പൽ കൗൺസിലിൻ്റെ സമ്മതമുണ്ടോ? ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്? നല്ല കരിങ്കല്ലുണ്ട്. ഇപ്പം എന്തൊക്കെ ആക്ഷേപങ്ങളുണ്ടായി? ഇതൊക്കെ ധിക്കാരാണ്. ഇതാണോ ടൂറിസം പദ്ധതി? ടൂറിസം പദ്ധതി ഇതാണോ? എത്രയോ കാലമായി ഉപയോഗിച്ചു വരുന്ന ഒരു ശ്മശാനം, ആ ശ്മശാനത്തിൻ്റെ മതിൽ ഒരുക്കിടുക. ഇതവിടെ ടൂറിസ്റ്റ് കേന്ദ്രം. ആ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനും വേറെ നടപടി സ്വീകരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുടെ സമിതിയുണ്ട്. അത് കൂടിയിട്ടുണ്ടോ, തീരുമാനിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ എത്രയും വേഗം തുടങ്ങാമെന്നൊക്കെ ചെയർമാൻ പറയുന്നുണ്ട്. എത്രയും വേഗം അത് ഇത് കെട്ടുന്നതിന് വേണ്ടി, മതിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി, നിർമ്മിക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അഡ്വക്കേറ്റ് N.A. ജോസഫ്, T.K. അഷ്റഫ്, മുസ്തഫ വടമുക്ക്, A. പവിത്രകുമാർ, K. ജയപ്രകാശ്, ഉണ്ണികൃഷ്ണൻ പൊന്നാനി, KP അബ്ദുൽ ജബ്ബാർ, നഗരസഭാ കൗൺസിലർമാരായ മിനി ജയപ്രകാശ്, ശ്രീകലാചന്ദ്രൻ എന്നിവരും ശ്മശാനം സന്ദർശിക്കുന്ന നേതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം. അമാന മോൾ, എടപ്പാൾ, മെയിൻ റോഡ്, കൂറ്റനാട്, നടുവട്ടം.